എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന HSST പരീക്ഷകൾക്ക് ഒരുക്കമായിട്ട് പ്രീവിയസ് ഇയർ HSST പരീക്ഷയുടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് HSST എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HSST സുവോളജിയിലെ പേപ്പറിൽ നിന്ന് ചോദിച്ച ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ബ്ലൂംസ് ടാക്സോണമി എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമിക് ലെവൽസ് ഓഫ് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ്റെ ടാക്സോണമി ലെവൽ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ക്യാരക്ടറൈസേഷൻ, ഓർഗനൈസേഷൻ എന്നിങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ, ക്യാരക്ടറൈസേഷൻ എന്നിങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. റിസീവിങ്ങിൽ സ്റ്റുഡൻസിൻ്റെ വില്ലിങ്നെസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ആ ഫിനോമിന അറ്റൻഡ് ചെയ്യാനുള്ള കുട്ടികളുടെ ആ ഒരു വില്ലിങ്നെസ് ആണ് റിസീവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയിലോ അതല്ലെങ്കിൽ മ്യൂസിക് ക്ലാസ്സിലോ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. നമ്മുടെ അഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവിടെ അവെയർനെസ്, ഇൻട്രസ്റ്റ്, കൺസേൺസ് എന്നിങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വാല്യൂസാണ് ഇവിടെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ റിസീവിങ്ങിൽ വരുന്ന കുട്ടിയുടെ വില്ലിങ്നെസ്സിലാണ്. ഇനി റെസ്പോണ്ടിങ്ങിൽ വരുമ്പോൾ അവിടെ കുട്ടിയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. അതായത് ഇവിടെ പർട്ടിക്കുലർ ഫിനോമിനയിൽ അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, കുട്ടി ഇവിടെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതാണ് റെസ്പോണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാല്യൂയിങ് എന്ന് പറയുമ്പോൾ വർത്ത് ആണ്. അതായത് വർത്ത് അല്ലെങ്കിൽ വാല്യൂ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫിനോമിനയുടെ അവിടെ കുട്ടി അറ്റാച്ച്മെൻറ്റ് വരും. അപ്പോൾ അവിടെ കുട്ടി കാണിക്കുന്ന ആ ഒരു വില്ലിങ്നെസ് ആണ് ഈ വാല്യൂയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓർഗനൈസേഷനിലോട് വരുമ്പോൾ ഇവിടെ കുട്ടി ഡിഫറെൻറ്റ് വാല്യൂസിനെ ബ്രിങ്ങപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യുകയും അങ്ങനെ ഒരു ഇൻറ്റേർണലി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഇവിടെ ബിഗിൻ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ആ വാല്യൂ സിസ്റ്റം അവൻ്റെ ആ ഒരു കണ്ടീഷൻ ചെയ്യുവാണ്. അവരുടെ ബിഹേവിയറിലോട്ട് കുറേ നാളിത് കണ്ടീഷൻ ചെയ്യുവാണ് ക്യാരക്ടറൈസേഷൻ. അതായത് അവൻ്റെ ക്യാരക്ടറിലോട്ട് ഇത് വരുവാണ് ചെയ്യുന്നത്. Question: The teaching technique that creates democratic, individual, free-flowing, creative expression by students is related with. അതായത് ഡെമോക്രാറ്റിക് ആയിരിക്കണം, ഇൻഡിവിജ്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൻ്റെ ഫ്രീ ഫ്ലോയും നടക്കണം. അപ്പം അങ്ങനെയുള്ള ടീച്ചിങ് ടെക്നിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ്, ബസ് സെഷൻ, ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്സ്, ജിഗ്സോ ടെക്നിക്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്കാണ് ഇതെല്ലാം പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതായത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, ഫ്രീ ഫ്ലോയിങ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ഒക്കെ വരുന്ന ഒരു ടീച്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്കാണ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്കാണ്. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണ്. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ സയൻസിനെ ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റിലോട്ട് കൊണ്ടുവന്ന് മാക്സിമം ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ബസ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബസ് സെഷൻ എന്ന് പറയുന്നത്. ഒരു ലാർജർ ഗ്രൂപ്പിലെ എൻഗേജ്മെൻ്റ് ഒക്കെ കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബസ് സെഷൻ എന്ന് പറയുന്നത്. ജിഗ്സോ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജർ ഗ്രൂപ്പിനെ സ്മോൾ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ കൊടുക്കുക, ഒരു ടോപ്പിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ ടോപ്പിക്കിൽ ആ ഗ്രൂപ്പിലുള്ളവരെ ഓരോ ഗ്രൂപ്പിന് കൊടുക്കുന്ന ടോപ്പിക്ക് ഓരോ ഗ്രൂപ്പിനാണ് ഓരോ ടോപ്പിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് വഴി ആ ടോപ്പിക്കിൽ അവർക്ക് മാസ്റ്റർ നേടാനായിട്ട് അല്ലെങ്കിൽ മാസ്റ്റർ നേടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജിഗ്സോ ടെക്നിക്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് വിത്ത് മോഡൽസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മോഡൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ഡിപ്പെൻഡ്സ് ഓൺ മൾട്ടിപ്പിൾ സെൻസ്, കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഡിപ്പെൻഡ്സ് ഓൺ സിംഗിൾ സെൻസ്, 3 ഡയമെൻഷണൽ എയ്ഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ
ഡി ആണ്, അതായത് ഒരു നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. അതുപോലെ തന്നെ കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ എ സിംഗിൾ സെൻസ് ആണ്. 3 ഡയമെൻഷണൽ എയ്ഡ് ആണ്. എന്താ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മിനിയേച്ചറായിട്ടുള്ള ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതേ എന്താണോ അതേ രീതിയിൽ നമ്മൾ അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നോൺ പ്രൊജക്റ്റഡ് എയ്ഡാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, അതായത് അതെങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ആ ഒരു മോഡൽ എന്ന് പറയണത്. അതുപോലെ തന്നെ അതൊരു സിംഗിൾ സെൻസിന് മാത്രമേ നമുക്ക് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമാണ് അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ അതൊരു 3 ഡയമെൻഷണൽ എയ്ഡാണ്. അതായത് ആ രൂപം എന്താണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇപ്പോൾ ഒരു ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഹാർട്ടിനെ കണക്ക് തന്നെ അതിൻ്റെ അകത്തെ ഓരോ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ അവിടെ ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 3 ഡയമെൻഷണൽ എയ്ഡാണ് അത് വരുന്നത്, നോൺ പ്രൊജക്റ്റഡും ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കോൺക്രീറ്റ് ആ റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ഇങ്ങനെയാണ് ഇതിൻ്റെ പാർട്സ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം പ്രോബ്ലം ചിൽഡ്രൻ ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ചിൽഡ്രൻ ഹു. അതായത് ഈ പ്രോബ്ലം ചിൽഡ്രൻ എന്ന് നമ്മൾ ജനറലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയുള്ള കുട്ടികളെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർ സ്പെസിഫിക്കലി ബാക്ക്വേർഡ് ഇൻ വൺ സബ്ജക്റ്റ്, ഹാവ് എ ഫിസിക്കൽ ഡിഫക്റ്റ്, ഹാവ് എ ലോ ജനറൽ ഇൻ്റലിജൻസ്, ആർ മാൽ അഡ്ജസ്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മാൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രോബ്ലം ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്. അതായത് മാൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവന് അവിടെ അഡ്ജസ്റ്റ് ആകാനായിട്ട് പറ്റുന്നില്ല. അത് നോർമൽ കുട്ടികൾക്ക് ഒരു സ്കൂൾ എൻവയോൺമെൻറ്റിലെ നാച്ചുറൽ സെറ്റിങ്ങുമായിട്ട് അഡ്ജസ്റ്റ് ആകാനായിട്ട് പറ്റുമെങ്കിൽ ഇവന് അങ്ങനെ അഡ്ജസ്റ്റ് ആകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള അവനൊരു പ്രോബ്ലമായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പം നമ്മൾ ആ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ, എന്താണോ ഇവൻ്റെ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള കാരണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ മാൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രോബ്ലം ചിൽഡ്രൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് വൺസ് ഇൻ കണക്ഷൻ വിത്ത് പോർട്ട്ഫോളിയോ. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പോർട്ട്ഫോളിയോ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫക്റ്റീവ് ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, മെഷറിംഗ് അച്ചീവ്മെൻറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, യൂസ്ഡ് ടു ഷോക്കേസ് ദ ലേണിംഗ് വർക്ക്, എ റിഫ്ലക്ഷൻ ഓഫ് വൺസ് പർപ്പസ്ഫുൾ ലേണിംഗ് എഫേർട്സ്, എഫക്റ്റീവ് ഫോം ഓഫ് ഓൺഗോയിങ് അസസ്മെൻറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ്. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു, അപ്പോൾ ആ വർക്കിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മളതിനൊരു ഷോർട്ടാക്കിയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുവാണ് പോർട്ട്ഫോളിയോയിൽ ചെയ്യും. നമുക്ക് ബി എഡൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തു, ആ വർക്ക് അതിൻ്റെ അത് പോർട്ട്ഫോളിയോയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആ വർക്കിൽ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ആ വർക്ക് എന്താണ് ഇത് നമുക്കവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു എഫക്റ്റീവ് ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് അസസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെൻ്റാണ് അവിടെ അളക്കുന്നത്. നമ്മളവിടെ എന്ത് അച്ചീവ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് വർക്കിനെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലേണിംഗ് എഫേർട്ടിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു സർവേ ടൈപ്പ് റിസർച്ച്. സർവേ ടൈപ്പ് റിസർച്ചുമായിട്ട് നോക്കുമ്പോൾ ട്രൂ അല്ലാത്ത, അതായത് ഫോൾസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് ലാർജ് സാമ്പിൾസ്, അപ്രോപ്രിയേറ്റ് ഫോർ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസ്, നോട്ട് നീഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദ വേരിയബിൾ, ഫീൽഡ് റിസർച്ച്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്രോപ്രിയേറ്റ് ഫോർ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസ് എന്നുള്ളതാണ്. സർവേ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ സർവേ എടുക്കാറുണ്ട്. എന്തിനാണ്? ഒരു ലാർജ് പീപ്പിളിൻ്റെ ഒരു ഡേറ്റ് നമ്മൾ കളക്ട് ചെയ്യുവാണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇവിടെ എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സർവേ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടികളുടെ സോഷ്യൽ മീഡിയ യൂസേജ് സോഷ്യൽ സ്കില്ലും തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം കുട്ടികളുടെ സോഷ്യൽ മീഡിയ യൂസേജ് എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ട് നമ്മൾ സർവേ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഒരു സർവേ നടത്തുകയാണ്. അപ്പോൾ അത് ലാർജ് സാമ്പിൾ ആണെങ്കിൽ നമുക്ക് യാതൊരുവിധ വിഷയമില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിലൊക്കെ നമ്മൾ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് നമ്മളോട് അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവിടെ നോക്കുകയാണ് എന്താണ് പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഫീൽഡ് റിസർച്ചാണ് നമ്മൾ
ഫീൽഡിൽ ഇറങ്ങി നമ്മൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്താണെന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഫിസിക്കൽ നാച്ചുറൽ സയൻസ് സെറ്റിങ്ങിൽ സർവേ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ നാച്ചുറൽ സയൻസ് അത് അവിടെ ഒബ്സർവേഷനും മാനിപ്പുലേഷൻ ഓഫ് വേരിയബിളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സർവേ ഒരിക്കലും ഒരു ഫിസിക്കൽ സയൻസ് സബ്ജക്റ്റുകൾക്കല്ല, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്കാണ് പൊതുവെ നമ്മൾ സർവേ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സോഴ്സ് ഫോർ സെക്കൻഡറി ഡേറ്റ? താഴെ കൊടുത്തിരിക്കുന്നതിൽ സെക്കൻഡറി സോഴ്സോ അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സ് അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർവേ, റിസർച്ച് റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിക്കേഷൻ ഓഫ് ഫോറിൻ ഗവൺമെൻറ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സർവേ ആണ്. അതായത് സർവേനെ ഒരു സെക്കൻഡറി ഡേറ്റ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. സർവേയിൽ നമ്മൾ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് നമ്മൾ അപ്പം തന്നെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിസർച്ച് റിപ്പോർട്ട് പാസ്റ്റിലെയാണ്, ന്യൂസ് പേപ്പേഴ്സ് പാസ്റ്റിലെയാണ്, പബ്ലിക്കേഷൻ ഓഫ് ഫോറിൻ ഗവൺമെൻറ്റ്സ് ഒക്കെ പാസ്റ്റാണ്. അപ്പോൾ അതൊക്കെ സെക്കൻഡറി ഡേറ്റയിലാണ് വരുന്നത്. സർവേ സെക്കൻഡറി ഡേറ്റ അല്ല, പ്രൈമറി ഡേറ്റയാണ്. നമുക്കവിടെ വൺ ഹാൻഡ് എക്സ്പീരിയൻസ്, അതായത് വൺ ഹാൻഡ് ആയിട്ടുള്ള ആ ഒരു നോളജാണ് സർവേയിൽ നമുക്ക് കിട്ടുന്നത്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് എന്താണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റയാണ്, സെക്കൻഡറി സോഴ്സ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് റിസർച്ച് ടൈപ്പ്. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏതോ ഒരു റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. അത് ഏത് റിസർച്ചിൻ്റെ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ ഫൈൻഡിങ് ന്യൂ ജനറലൈസേഷൻ. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ടു സോൾവ് ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ്. ഇറ്റ് ഈസ് സിറ്റുവേഷണൽ, കൊളാബറേറ്റീവ്, സെൽഫ് ഇവാലുവേറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി. ഇറ്റ് ഈസ് ക്യാരിയഡ് ഔട്ട് അവിടെ സാമ്പിൾ റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്, കോൺസെപ്ച്വൽ റിസർച്ച്. ഇവിടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ആക്ഷൻ റിസർച്ച് ആണ്. അതായത് ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ടു സോൾവ് ഇമ്മീഡിയറ്റ് പ്രോബ്ലം എന്നവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ചിന് ഒരിക്കലും ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല. ഒരു ടീച്ചറിനാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ കുട്ടികൾക്ക് റീഡിങ് എബിലിറ്റി കുറവാണെന്ന് കാണുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നടത്തുന്നതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. പുതിയ ജനറലൈസേഷൻ ഉണ്ടാക്കാനായിട്ട് ഒന്നുമല്ല. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ നമ്മളത് കൊടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡിസിമിനേറ്റ് ചെയ്യാം. പക്ഷേ അതിന് മറ്റേ ഫണ്ടമെൻ്റൽ റിസർച്ചിനെ കണക്കും അപ്ലൈഡ് റിസർച്ചിനെ കണക്കും ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു പ്രത്യേകത അതിന് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള അക്സെപ്റ്റബിലിറ്റി അതിനവിടെ കൊടുക്കുന്നില്ല. അത് സിറ്റുവേഷനാണ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് വ്യത്യാസം വരുന്നുണ്ട്. കൊളാബറേറ്റീവ് ആണ്, സെൽഫ് ഇവാലുവേറ്റീവ് ആണ്, പാർട്ടിസിപ്പേറ്ററി ആണ്. അതുപോലെ തന്നെ നമ്മളതൊരു സ്മോൾ സാമ്പിളിൽ മാത്രം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ആ ക്ലാസ്സുകളിലെ കുട്ടികളിൽ മാത്രം നമ്മളത് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേറൊരു സ്കൂളിൽ അത് ആപ്ലിക്കബിൾ ആകണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. സോ അതുകൊണ്ട് തന്നെ അത് ആ ഒരു നമുക്ക് ഐഡിയാസ് ഡിസിമിനേറ്റ് ചെയ്യാം, പക്ഷേ അത് ആപ്ലിക്കബിൾ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഫണ്ടമെൻ്റൽ റിസർച്ചിലും അപ്ലൈഡ് റിസർച്ചിലും ഒക്കെ അത് യൂണിവേഴ്സലാണ്. അത് എവിടെ നമ്മൾ അതേ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് റിസൾട്ട് കിട്ടണം എന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആക്ഷൻ റിസർച്ചാണ്. ഫണ്ടമെൻ്റൽ റിസർച്ചാണ് നമ്മൾ ന്യൂ ജനറലൈസേഷൻ തിയറി ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് നമുക്ക് അവിടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ കിട്ടുന്നുണ്ട്, അവിടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വരുന്നുണ്ട്. കോൺസെപ്റ്റ് റിസർച്ചിന് അവിടെ കോൺസെപ്റ്റുകൾ ജനറലൈസ് ചെയ്യാനായിട്ടാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വേർ ദ സബ്ജക്ട്സ് ആർ റാൻഡമലി അസൈൻഡ് ടു എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ്. അതായത് ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ സബ്ജക്ട്സ് റാൻഡമലി ആണ് എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് അസൈൻ ചെയ്യുന്നത്. അതിന് എന്ത് പേര് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. റാൻഡം ബ്ലോക്ക് ഡിസൈൻസ്, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ, റാൻഡമൈസ്ഡ് ഫാക്ടർ ഡിസൈൻ, ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ ഓരോ യൂണിറ്റും എൻറ്റയർലി ബൈ ചാൻസ് ആണ്. അതായത് ഓരോ യൂണിറ്റിനും ഈക്വൽ ചാൻസാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിമിലർ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്.
അതായത് സിമിലർ ആയിട്ടുള്ളതിനെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നോയിസൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ റാൻഡമലി അസൈൻഡ് ആണ്. അതായത് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് ഇവിടെ വരുന്നത്. റാൻഡമൈസ്ഡ് ഫാക്ടർ ഡിസൈനിൽ 2ൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കാണും. എന്നിട്ട് അവർക്ക് അതായത് 2ൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഫാക്ടർ കാണും. എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയിസൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഫാക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എക്സ്പെരിമെൻ്റൽ ഇറർ ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഡിസൈനാണ് നമ്മൾ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്നത്. അത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഇറർ കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയിസൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവയെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. Last question, which type of error occurs when the null hypothesis is accepted when it is actually false? അതായത് ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഇറർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പിളിംഗ് ഇറർ, ടൈപ്പ് 1 ഇറർ, ടൈപ്പ് 2 ഇറർ, സ്റ്റാൻഡേർഡ് ഇറർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ടൈപ്പ് 2 ഇറർ ആണ്. അതായത് നമ്മൾ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ടൈപ്പ് 1 ഇറർ. ഇനി ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ടൈപ്പ് 2 ഇറർ. അതായത് ഇനി റിസർച്ച് ഹൈപ്പോത്തിസിസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുക, ശരിക്കും അത് ഫോൾസ് ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ടൈപ്പ് 1 ഇറർ. ഇനി റിസർച്ച് ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക, അത് ട്രൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്നതാണ് ടൈപ്പ് 2 ഇറർ. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അതായത് ഒന്നുകിൽ നൾ ഹൈപ്പോത്തിസിസ് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തിസിസ് വെച്ച് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് ഹൈപ്പോത്തിസിനെ വെച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസിൻ്റെ കിട്ടും. ഇനി നൾ ഹൈപ്പോത്തിസിസിനെ വെച്ചിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർച്ച് ഹൈപ്പോത്തിസിസിനും കിട്ടും. അപ്പോൾ അത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. റിസർച്ച് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുകയാണ്, അത് ഫാൾസ് ആണെങ്കിൽ സംഭവിക്കുന്നതാണ് ടൈപ്പ് 2 ഇറർ. റിസർച്ച് ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുകയാണ്, അത് ട്രൂ ആയിട്ട്. അങ്ങനെ വരുമ്പോഴാണ് ടൈപ്പ് 2 ഇറർ സംഭവിക്കുന്നത്. സാമ്പിളിംഗ് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് സാമ്പിളിൽ നിന്ന് കിട്ടിയ എസ്റ്റിമേറ്റും പോപ്പുലേഷൻ്റെ ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നതിനാണ് നമ്മൾ സാമ്പിളിംഗ് ഇറർ അല്ലെങ്കിൽ ഇറർ ഇൻ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. അതായത് പോപ്പുലേഷൻ മീനിൽ നിന്ന് നമ്മുടെ സാമ്പിൾ മെയിൻ എന്തോരമാണ് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നതിനുള്ള മെഷറാണ് ഈ സ്റ്റാൻഡേർഡ് ഇറർ എന്ന് പറയണത്. അതായത് പോപ്പുലേഷൻ മീനിൽ നിന്ന് എന്തോരം ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് സാമ്പിളിലെ മീൻ കിടക്കുന്നത് എന്നുള്ള ആ ഒരു മെഷറിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇറർ എന്ന് പറയണത്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്